ഹായ്, നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ സെറ്റ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു പേപ്പറാണ് സെറ്റിൻ്റെ ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. സെറ്റിൻ്റെ ജനറൽ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് വന്ന വഴിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഥവാ സെറ്റിൻ്റെ ജനറൽ പേപ്പറിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് നിങ്ങളിലേക്ക് ഇന്ന് എത്തിക്കുന്നത്. അപ്പോൾ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുമ്പോൾ ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത്. നിങ്ങൾക്കറിയാമല്ലോ, സെറ്റ് 2 പേപ്പറുകളിലായിട്ടാണല്ലേ കണ്ടക്ട് ചെയ്യുക. പേപ്പർ 1 എന്ന് പറയുന്നതാണ് ജനറൽ പേപ്പർ, അതേപോലെ തന്നെ പേപ്പർ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്ട് പേപ്പർ എന്ന് പറയുന്നത്. സബ്ജക്ട് പേപ്പർ ഞാനിവിടെ പറയാൻ പോകുന്ന പേപ്പർ 1-നകത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന വഴി എവിടെ നിന്നാണ്, അതിൻ്റെ ബ്ലൂ പ്രിന്റിനെ കുറിച്ചാണ് പറയാം. ഈ പേപ്പർ 1-നകത്ത് പാർട്ട് എ എന്ന് പറയുന്ന ജനറൽ നോളജ്, പാർട്ട് ബി എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അതായത് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ജനറൽ നോളേജിൽ നിന്നും 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നാണ്. ഈ 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഓരോ മേഖലകൾ തിരിച്ച് എങ്ങനെ വരുന്നു എന്ന് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. കാരണം നമുക്കൊരു സ്ട്രെച്ചേർഡ് ആയിട്ടുള്ള പഠനമാണ് ആവശ്യം, അല്ലാതെ വലിച്ചു വാരി പഠിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഓരോ മേഖലയിൽ നിന്നും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് വിലയിരുത്തി നോക്കാം. പല വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക ഓരോ മേഖലയിലും എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്നുള്ളത്. ലാസ്റ്റ് 2024 വരെ നടന്നിട്ടുള്ള എക്സാമുകളെ വിലയിരുത്തിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിവിഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം, തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ ഇടുന്നവരെ കൂടി ഡിപ്പെൻഡ് ചെയ്താണ് ഈ കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. എന്നാലൊരു ട്രെൻഡ് ഇങ്ങനെയാണ്. ഈ ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ് എന്ന് പറയുന്ന BEdന്റെ കണ്ടന്റിനകത്തുള്ള 60 മാർക്ക് ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക സൈക്കോളജിയിൽ നിന്നാണ്. 17 മുതൽ 20 ക്വസ്റ്റ്യൻ വരെ സൈക്കോളജിയിൽ നിന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 20 ക്വസ്റ്റ്യൻ വരെ നമുക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാം? സൈക്കോളജി. ഇപ്പോൾ 2024 നടന്ന എക്സാമിൽ 20 ചോദ്യങ്ങൾ സൈക്കോളജിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ BEdന്റെ ടോപ്പിക്കുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻസോടുകൂടി നിങ്ങൾ പഠിക്കേണ്ടത് 20 മാർക്ക് നേടാൻ പോകുന്നത് സൈക്കോളജിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു മേഖല. ഒരു കാരണവശാലും സൈക്കോളജി പഠിക്കാതെ സെറ്റിൻ്റെ എക്സാം എഴുതാനായിട്ട് പോകരുത്. അടുത്തത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കരിക്കുലം, ടീച്ചിങ് പെഡഗോഗി, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിൽ 8-9 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. 9 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ടീച്ചിങ്, അതിൻ്റെ കരിക്കുലം, ടീച്ചിങ് മെത്തേഡ്സ്, മോഡൽസ്, ഇതെല്ലാം അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. 8 മുതൽ 9 ക്വസ്റ്റ്യൻ വരെ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഇനി ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ, ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ട് 6 മുതൽ 7 ക്വസ്റ്റ്യൻസ് വരെ ഫിലോസഫിയിൽ നിന്ന് വരുന്നത് കാണാൻ പറ്റും. ഫിലോസഫിയിൽ കോട്സ് ചോദിക്കാറുണ്ട്. ഫിലോസഫേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഇസങ്ങളുണ്ടല്ലോ, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, ഐഡിയലിസം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ചിന്തകരുടെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അത്തരത്തിൽ 6 മുതൽ 7 ക്വസ്റ്റ്യൻസ് വരെ ഫിലോസഫിയുടെ ഭാഗത്ത് നിന്നാണ് ചോദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ സോഷ്യോളജിയിൽ നിന്ന് 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെയാണ് സോഷ്യോളജിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കുക. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവ് ചോദ്യങ്ങൾ വരുന്നത് സോഷ്യോളജിയും റിസർച്ചും ആണെന്ന് കാണാനായിട്ട് സാധിക്കും. സോഷ്യോളജിയിൽ നിന്ന് 2-3 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷൻ, നമ്മുടെ NEPs, അതുപോലെ തന്നെ NCFകൾ, അതേപോലെ നമ്മുടെ NCERT, SCERT, CBSE, UGC, അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ. അതായത് ആ പ്രധാനപ്പെട്ട ബോഡീസ് ഉണ്ടല്ലോ, ഇത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് നിൽക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ബോഡീസ്, അതുപോലത്തെ ചില ഓർഗനൈസേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ മേഖലയിൽ ചോദിക്കുക. അവിടെ ഹിസ്റ്ററി ആൻഡ് പോളിസീസ് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് 7 മുതൽ 9 ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ഇവാലുവേഷൻ 3 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ. ഇവാലുവേഷൻ, അതിൻ്റെ ടൂൾസ്, ടെക്നിക്സ്, അതിൻ്റെ വാലിഡിറ്റി, റിലയബിലിറ്റി, അങ്ങനത്തെ ഏരിയയിൽ നിന്നൊരു 3 മുതൽ 5 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി കുറച്ച് ടഫായിട്ടുള്ള ഒരു ഏരിയ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, 7 മുതൽ 10 വരെ അല്ലേ. നമുക്ക് എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ടെക്നോളജി, എഡ്യൂക്കേഷൻ ടെക്നോളജിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പർ ഉണ്ടായിരുന്നു BEdന്. അതിനകത്തുനിന്നും അതേപോലെ കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള നമുക്കറിയാം, നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ പ്രൊജക്ടറുകൾ, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ CPU തൊട്ട് ബേസിക് ആയിട്ടുള്ള ഫംഗ്ഷനിങ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. സോഫ്റ്റ്വെയറുകളെ കുറിച്ചും ഹാർഡ്വെയറുകളെ കുറിച്ചൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിൽ നിന്ന് 7 മുതൽ 10 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. റിസർച്ച് ഇൻ എഡ്യൂക്കേഷനിൽ നിന്ന് 2 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതാണ് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ പറയുന്ന എഡ്യൂക്കേഷൻ കണ്ടന്റിൽ നിന്ന് നമുക്ക് ചോദിക്കും. BEdന്റെ ടോപ്പിക്കുകളാണ് അവിടെ വരുന്നത്. അതിൽ ഈ ഒരു ഡിവിഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് സൈക്കോളജി തന്നെയാണ്. അതേപോലെ തന്നെ ഫിലോസഫിയിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, കരിക്കുലം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ പോളിസീസ്, ഹിസ്റ്ററി ഓഫ് എഡ്യൂക്കേഷൻ, ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഹിസ്റ്ററി, അവിടെ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നതിലെ ബേസിക്സ് കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. കംപ്ലീറ്റ് ആയിട്ട് ആ മേഖല വിടാൻ പറ്റില്ല. പക്ഷേ അവിടുന്ന് കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഇതിൽ ചോദിക്കാറുള്ളത്. പലരും തെറ്റിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് റിസ്ക് എടുത്ത് ആൻസർ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇനി
നമുക്ക് വേണ്ടത് അടുത്തത് നമുക്കറിയാം GK എന്ന് പറയുന്നത് 10th വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ്. 10th വരെയുള്ള SCERTയുടെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അവിടെ ജനറൽ സയൻസിൽ നിന്ന് 9 മുതൽ 10 ക്വസ്റ്റ്യൻ വരെ, അതിന്റെ കറണ്ട് അഫയേഴ്സോട് കൂട്ടിയാണ്. കറണ്ട് അഫയേഴ്സ് ഈ മേഖലയിൽ വരാറുണ്ട്. അപ്പൊ ജനറൽ സയൻസിന്റെ കറണ്ട് അഫയേഴ്സ് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ISROയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് എപ്പോഴും 2 ക്വസ്റ്റ്യൻ വരെയൊക്കെ ചോദിക്കാറുണ്ട് ISROയിൽ നിന്ന്. അല്ലാണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് 9 മുതൽ 10 വരെ ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ അതിൽ നിന്ന് ചോദിക്കുന്നത് കാണാൻ പറ്റും. അടുത്ത മാത്സ്, സ്റ്റാറ്റി, ലോജിക്കൽ റീസണിങ് ആൻഡ് അനലിറ്റിക്കൽ എബിലിറ്റി, അതിൽ നിന്ന് 10 മാർക്ക് മുതൽ 11 മാർക്ക് വരെ ചോദിക്കും. മാത്സ്, സ്റ്റാറ്റി, ലോജിക്കൽ റീസണിങ്, മെന്റൽ എബിലിറ്റി പോലുള്ള ക്വസ്റ്റ്യൻസിൽ നിന്ന് 10 മുതൽ 11 മാർക്ക് വരെ ചോദിക്കുന്നത് കാണാറുണ്ട്. 6-7 ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിൽ, പ്യൂർ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് 6-7 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. സോഷ്യൽ സയൻസും അത് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും 32 മുതൽ 35 ക്വസ്റ്റ്യൻ വരെ. ഇതിനകത്ത് ഞാൻ ജനറൽ ആയിട്ടുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. സോഷ്യൽ സയൻസിന്റെ പ്യൂർ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, സോഷ്യൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, അവാർഡ് വിന്നിങ്ങുകൾ, അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള അഫയേഴ്സ്, ഇന്ത്യയിൽ ഉണ്ടാകുന്ന കറണ്ട് അഫയേഴ്സ്, അതെല്ലാം അതിനകത്ത് വരാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ, IT റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളും അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർത്തിട്ട് ഈ ടോപ്പിക്കുകൾക്ക് മാറ്റി നിർത്തിയാൽ ഒരു 35 മാർക്ക് വരെ ജനറൽ ആയിട്ടുള്ള സോഷ്യൽ സയൻസ് പ്ലസ് കറണ്ട് അഫയേഴ്സ് പ്ലസ് IT പോലുള്ള ടോപ്പിക്കുകളിൽ നിന്ന് വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒരു 60 മാർക്കാണ് ഇവിടെ ചോദിക്കുക. ഇങ്ങനെ 60-ഉം 120 മാർക്കാണ് ടോട്ടൽ നിങ്ങൾക്ക് പേപ്പർ 1-നകത്ത് ചോദിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വരുന്ന വഴി എന്ന് പറയുന്നത്. നമുക്കതിൽ എത്ര നേടണം? നമുക്കതിൽ 70 മാർക്ക് നേടണം. നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി വെച്ചു. കാരണം ജനറൽ പേപ്പറിലെ 70 മാർക്ക് നിങ്ങൾക്ക് കട്ട് ഓഫ് കടക്കാൻ സഹായിക്കും. അല്ലെങ്കിൽ ജനറൽ പേപ്പറിലും നിങ്ങൾ മിനിമം 70 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ലക്ഷ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമുക്കറിയാം ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 2 പേപ്പറുകൾക്കും 48 മാർക്കെങ്കിലും മിനിമം മാർക്ക് മേടിക്കണം ജനറൽ കാറ്റഗറി പെട്ട ഒരാളാണെങ്കിൽ. ഓവറോൾ 115-ന് മുകളിലേക്ക് നിങ്ങൾ സ്കോർ ചെയ്യണം. നിങ്ങൾ 70 മാർക്ക് ജനറൽ പേപ്പറിൽ മേടിച്ച ഒരാളാണെങ്കിൽ പിന്നെ 48 മാർക്ക് കറക്റ്റ് നിങ്ങൾക്ക് പേപ്പർ 2-ൽ ഉള്ളതെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ക്വാളിഫൈഡ് ആകും എന്നുള്ളതാണ്. എന്നാലും കുറച്ച് മാർക്ക് എക്സസ് ഞാൻ ഇട്ട് പറഞ്ഞിരിക്കുന്നതാണ്. സോ 70 മാർക്ക് നിങ്ങൾ പോയിന്റ് ചെയ്യുക, അല്ലെങ്കിൽ 70 മാർക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. 70 മാർക്കും 50 മാർക്കും അങ്ങനെ 120 മാർക്ക് ഓവറോൾ സ്കോർ ചെയ്യാനായിട്ട് 50% മാർക്ക് നിങ്ങൾക്ക് സെറ്റിന് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഫേർട്ട് ഇടുക. അല്ലാണ്ട് ഫുൾ മാർക്ക് നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമില്ലല്ലോ. ഇതൊരു കട്ട് ഓഫ് കടന്നാൽ മാത്രം മതിയല്ലോ. അതുകൊണ്ട് ജനറൽ പേപ്പറിൽ 70 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ ഈ ബ്ലൂ പ്രിന്റ് വെച്ചുകൊണ്ട് ഓരോ മേഖലയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് എൻട്രിയിൽ ജനറൽ പേപ്പർ ഉൾപ്പെടെ ബാക്കി സബ്ജക്ട് പേപ്പറുകളും ഒക്കെ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്ന അത്തരത്തിൽ വിലയിരുത്തിക്കൊണ്ട് മുഴുവൻ പ്ലാനും വെച്ചിട്ടാണ് ഇത്തരത്തിൽ കൃത്യമായിട്ട് ആ ഒരു പ്രധാനപ്പെട്ട മേഖലകളെല്ലാം കവർ ചെയ്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യ ശ്രമത്തിൽ തന്നെ സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓൾ ദ ബെസ്റ്റ്. 70 മാർക്ക് നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ജനറൽ പേപ്പറിനകത്ത്. അതിന് നിങ്ങൾക്ക് സാധിക്കും. എൻട്രി നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവും. എല്ലാവർക്കും ആശംസകൾ.